ഹലോ, നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ കൊണ്ടുവന്നതിൽ ഇത് മാത്രമാണ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ആവശ്യപ്പെട്ട് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഷെയ്ഡിലുള്ളത് നമുക്കിപ്പോൾ കിട്ടാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അജ്രക്ക് പ്രിൻറ്റിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ഇല്ല കേട്ടോ. അജ്രക്ക് പ്രിൻ്റ് തന്നെ ലൈറ്റ് ഷെയ്ഡിൽ ചോദിച്ച് ഒരുപാട് പേര് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അടുത്ത പ്രാവശ്യം ലൈറ്റ് ഷെയ്ഡിലുള്ളത് കൊണ്ടുവരണമെന്ന് പറയും. പക്ഷേ അവർ ഈ 3 ഷെയ്ഡിൽ, അതായത് ബ്ലാക്ക്, മെറൂണ്, പിന്നെ റെഡ്, അതുപോലെ തന്നെ നേവി ബ്ലൂ, മെറൂണ്, റെഡ്, ഈ 3 കളറിൽ മാത്രമാണ് അജ്രക്ക് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ റെയറായിട്ട് നമുക്ക് കിട്ടിയാലേ ഉള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് പുതിയ നല്ല നല്ല കളേഴ്സിൽ ഇത്തവണ നമുക്ക് 320-ൻ്റെ ബിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 320-ൻ്റെ ചോദിച്ച് ഒത്തിരി പേര് വിളിക്കാറുണ്ട്. 320-ൻ്റെ അജ്രക്ക് കിട്ടാനും ഭയങ്കര പാടാണ് കേട്ടോ. 320-ൻ്റെത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 320-ൻ്റെ ലൈറ്റ് ഷെയ്ഡിലുള്ളത് നമുക്ക് കുറച്ച് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പം നല്ല നല്ല പ്രിൻറ്റുകളാണ് കേട്ടോ. പിന്നെ കുർത്തിയുടെ ഓർഡറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഷോർട്സ് കണ്ട് വീണ്ടും ഒത്തിരി പേര് വിളിച്ച് നമുക്ക് കുർത്തിക്ക് ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നൈറ്റ് ഇപ്പോൾ സാധാരണ നമ്മൾ അജ്രക്ക് പ്രിൻറ്റിലുള്ള ഒരു മെറ്റീരിയൽസ് നമ്മൾ എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ 130, 120, 90 അങ്ങനെയൊക്കെ റേറ്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും 2 മീറ്റർ 2.5 മീറ്ററോളം നമുക്കൊരു കുർത്തിക്ക് വേണ്ടി എടുക്കേണ്ടി വരും. അത് 40 ഇഞ്ചിൻ്റെ ഉണ്ട്, 60 ഇഞ്ചിൻ്റെ ഒക്കെ തുണികളുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിന് റേറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ നൈറ്റി ബിറ്റുകളിൽ അജ്രക്ക് പ്രിൻറ്റുകളും അതുപോലെ കലങ്കാരി പ്രിൻറ്റുകളൊക്കെ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് കുർത്തിക്ക്. അതുപോലെ കോട്ട് സെറ്റിനൊക്കെ നമ്മൾ ഈ കോട്ടൺ മെറ്റീരിയൽസാണ് കൂടുതലായിട്ടും ആൾക്കാർ വാങ്ങാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഒരു പ്രിൻ്റ് വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കുർത്തിയുടെ ഇത് വരാറുണ്ട് കേട്ടോ, എൻക്വയറീസ് വരാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടും ഇപ്പോൾ ഓൺലൈനായിട്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കുറച്ചൊരു 10-20ഓളം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കഴിയുന്നിടത്തോളം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് തൊട്ടടുത്ത ഒരാളോടി അത് ചെയ്ത് തരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ എന്നെ കോൺടാക്ട് ചെയ്തവരോടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ സ്റ്റിച്ചിങ് കൂടി തുടങ്ങാൻ പോവാണ് കേട്ടോ. പിന്നെ നല്ല നല്ല ഷെയ്ഡിലാണ് കേട്ടോ ഇത്തവണത്തെ ഈ ഒരു നൈറ്റി ബിറ്റുകൾ വന്നിട്ടുള്ളത്. കുർത്തിക്കും അതുപോലെ തന്നെ മാക്സിക്കും നന്നായിട്ട് ചേരുന്ന രീതിയിലുള്ള പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത്. കുർത്തി തയ്ക്കാനാണെങ്കിലും നമുക്ക് ഹൈനെക്കൊക്കെ വെച്ച് കോളറിനെക്കൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന പ്രിൻറ്റുകളിലാട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ മുറിച്ച് വാങ്ങിക്കുന്ന കാര്യം ചോദിച്ച് എപ്പോഴും വിളിക്കാറുണ്ട്. ഇത് 290-ൻ്റെ ബിറ്റുകളാണ്. 290 ഇതിൻ്റെ നീളം വരുന്നത്. 2 മീറ്ററും പിന്നെ 90 സെൻറ്റിമീറ്ററും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും കുർത്തിക്ക് നന്നായിട്ട് പറ്റും. നമുക്ക് കുർത്തി തയ്ക്കാൻ ഒരു 3/4 സ്ലീവും വെച്ചിട്ട് നമുക്ക് ഭംഗിയായിട്ട് തയ്ക്കാനായിട്ട് നമുക്ക് അതിനുള്ള തുണി ഇതുണ്ട് കേട്ടോ. പിന്നെ 320 വേണമെന്നൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 40-50ഓളം ഇറക്കം വേണം, 52ഒക്കെ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഇറക്കം ഒരല്പം കുറയുമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുർത്തി തയ്ക്കാൻ പിന്നെ 320-ൻ്റെതും കുർത്തി തയ്ക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഈ കുർത്തിക്ക് ഈ ഒരു പ്രിൻറ്റ് കുർത്തിക്ക് കൊള്ളാമല്ല മിക്കവരും കരുതിയിരിക്കണത് ഇത് കുർത്തി തയ്ക്കാനായിട്ട് തികയില്ല, തുണി തികയില്ല. അപ്പോൾ നൈറ്റി നമുക്ക് തികയുമെന്നുണ്ടെങ്കിൽ എന്തായാലും കുർത്തിക്ക് തികയില്ല. പിന്നെ നമ്മൾ കുർത്തി തയ്ക്കുമ്പോൾ പീസൊന്നും വെച്ച് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഈ കയ്യിൽ കാണുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തും ചെറിയ ചെറിയ പീസുകളൊന്നും വെച്ച് തയ്ക്കാൻ പറ്റില്ല എന്നുള്ളൂ. മാക്സി നമ്മൾ അങ്ങനെ പീസ് വയ്ക്കാതെ ഒരു നിവൃത്തിയില്ല. ഇതിപ്പോൾ ഒരു ഹൈറ്റ് കുറഞ്ഞ ആൾക്കാണെങ്കിലും നമ്മളൊരു 1-2 പീസൊക്കെ വെക്കേണ്ടി വരും. 290-ൻ്റെ ബിറ്റാണെങ്കിൽ. 320-ൻ്റെ ബിറ്റാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല. ചിലവർ നൈറ്റി ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് കുർത്തി തയ്ക്കുമ്പോൾ സ്ലീവ് കിട്ടുമോ എന്നുള്ളതൊരു സംശയമുണ്ട്. സ്ലീവിൽ പീസ് വരാൻ പാടില്ല. അത് ശരിയാണ്, പീസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാണാത്ത രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്കുഴിയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഒരു പീസ് താഴെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊട്ടും പീസ് വെച്ചതായിട്ട് തോന്നുമില്ല. അത് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ സംശയങ്ങൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ. നൈറ്റിക്ക് ആകുമ്പോൾ വീട്ടിൽ കൂടി ഇടുന്ന നൈറ്റി ആയതുകൊണ്ട് നൈറ്റിക്ക് അങ്ങനെ പീസ് വെച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ ഒരു സംശയം ഉണ്ട്, അത് ശരിയാണ്. അപ്പോൾ എനിക്കും തോന്നിയത് ശരിയാണല്ലോ എന്ന്. അപ്പോൾ ഇപ്പോൾ ഏതായാലും കടകളിൽ നിന്ന് മുറിച്ച് വാങ്ങിക്കുന്ന ആ ഒരു റേറ്റ് നമുക്ക് ഈ ഒരു നൈറ്റി ബിറ്റിൽ എന്തായാലും വരില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി നമുക്ക് കോൾ ചെയ്ത് അവർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പ്രിൻറ്റിൽ വരുന്ന നൈറ്റി ബിറ്റുകൾ എടുക്കണമെന്ന്. എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ അടുത്തുനിന്ന് തന്നെ വേറെ പലയിടത്തുനിന്നും അതിനെ ഇപ്പോൾ ഉള്ള ഈ അജ്രക്ക് പ്രിൻറ്റുകളൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം നല്ലൊരു ഇതാണ് കേട്ടോ കുർത്തിക്ക് പല മോഡലിലും കുർത്തി തയ്ക്കാൻ. ഇപ്പോൾ ഇപ്പോൾ ഞാൻ തയ്ച്ചിട്ടിരിക്കുന്ന കുർത്തീസൊക്കെ അവരവർ ഫോട്ടോസ് ഇട്ട് തന്ന് അവർക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് കാണിച്ചു തന്നിട്ട് അങ്ങനെ തയ്ച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ബ്ലൂ കളറ് അജ്രക്കിൻ്റെ പ്രിൻറ്റ് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടാമത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും എല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒറ്റ പീസ് കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ആരൊക്കെയോ എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. പ്രീ ബുക്കിംഗ് ഉള്ളവർക്കെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പ്രിൻറ്റ്. ഒത്തിരി ഡിമാൻഡുള്ള പ്രിൻ്റായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ എല്ലാം സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമുക്ക് ചെന്നപ്പോൾ നമുക്ക് ഒരൊറ്റ ബണ്ടിലാണ് കിട്ടിയുള്ളൂ. അത് 2 ബണ്ടിലൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ സ്റ്റോക്കില്ല. പിന്നെ റെഡ് ഉണ്ട്. റെഡ് നമുക്ക് ഡെഡായിട്ട് കിടക്കും. റെഡ് ഇങ്ങനെ ഒത്തിരി കളേഴ്സ് നമുക്ക് എല്ലാത്തിലും റെഡ് നമ്മൾ എടുക്കണം. റെഡ് ആർക്കും അത്ര ഇഷ്ടമുള്ള കളറല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും നിർബന്ധിതരാവും ഇത് എടുക്കാനായിട്ട്. ബണ്ടിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് റെഡ് ഒഴിവാക്കിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം.